നമസ്കാരം. ചാണക്യ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കലയാണ്. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, കടലിന്റെ ആഴം അളക്കാം, എന്നാൽ മനുഷ്യഹൃദയത്തിന്റെ ആഴം അളക്കുക അസാധ്യമാണ്. എങ്കിലും വിവേകിയായ ഒരു പുരുഷന് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ ഏതൊരു നിഗൂഢതയും അനാവരണം ചെയ്യാൻ കഴിയും. ഒരു സ്ത്രീ തന്റെ ഉള്ളിലെ ഇഷ്ടം പുറത്തു പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? അവളുടെ പെരുമാറ്റത്തിലെ നിശബ്ദമായ സൂചനകൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത വിജയത്തിൽ ഒരു പങ്കാളിക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ചാണക്യന്റെ വാക്കുകളിൽ, നല്ലൊരു കൂട്ടാളി കൂടെയുണ്ടെങ്കിൽ കഠിനമായ പാതകളും പൂമെത്തയാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒരു സ്ത്രീക്ക് നിങ്ങളോട് രഹസ്യമായ താൽപ്പര്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന 7 ശക്തമായ മനഃശാസ്ത്ര സൂചനകളെക്കുറിച്ചാണ്. ഇവ വെറും തോന്നലുകളല്ല, മറിച്ച് ചാണക്യനീതിയുടെയും ആധുനിക മനഃശാസ്ത്രത്തിന്റെയും ഉൾക്കാഴ്ചകളാണ്. അനുഭാവം രഹസ്യമായിരിക്കുമ്പോൾ അതൊരു നദി പോലെയാണ്. അത് പുറത്തേക്ക് കാണില്ലെങ്കിലും ഉള്ളിലാഴത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒന്നാമത്തെ ലക്ഷണം, സൂക്ഷ്മമായ ശ്രദ്ധയും ഓർമ്മശക്തിയും. ഒരു സ്ത്രീക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ഓർക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു ദിവസം പറഞ്ഞ ചെറിയ തമാശ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഏതെങ്കിലും ഒരു സംഭവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇത് വെറും ഓർമ്മശക്തിയല്ല, മറിച്ച് അവളുടെ ഉപബോധ മനസ്സ് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളെയും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ചാണക്യൻ പറയുന്നു, യസ്യ ചിത്തം ഗതം ഭാവേ തസ്യന കിമപി ദുർലഭം. അതായത്, ഒരാളുടെ മനസ്സ് ഒരിടത്തുറച്ചാൽ അയാൾക്കൊന്നും ദുർലഭമല്ല. അവൾക്ക് നിങ്ങളോടുള്ള ഈ ശ്രദ്ധ, അവളുടെ മനസ്സ് നിങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. നിങ്ങളറിയാതെ തന്നെ അവൾ നിങ്ങളുടെ ലോകത്തിന്റെ ഭാഗമായി മാറാൻ ശ്രമിക്കുന്നു. ഇത് വെറുമൊരു സുഹൃത്ത് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ്. രണ്ടാമത്തെ ലക്ഷണം, ചെറിയ രീതിയിലുള്ള ശാരീരികമായ അടുപ്പം. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവൾ നിങ്ങളോടൊരു ശാരീരികമായ അടുപ്പം സൂക്ഷിക്കാൻ ശ്രമിക്കും. സംസാരിക്കുമ്പോൾ ആകസ്മികമായി കൈകളിൽ സ്പർശിക്കുക, നിങ്ങൾ അടുത്തു നിൽക്കുമ്പോൾ പുഞ്ചിരിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ തോളിൽ തട്ടുക, നിങ്ങളുടെ അടുത്തിരിക്കാൻ ശ്രമിക്കുക. ഇത്തരം സൂക്ഷ്മമായ ചലനങ്ങൾ അവളുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള ആഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചലനങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവളുടെ മനസ്സ് നിങ്ങളെ സുരക്ഷിതമായി കാണുന്നു എന്നതിന്റെ സൂചനയാണിത്. ഈ ആംഗ്യങ്ങൾ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ വളരെ നിർണായകമാണ്. ചാണക്യന്റെ രാഷ്ട്രതന്ത്രത്തിൽ പോലും ചെറിയ സൂചനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ ഈ ചെറിയ ആംഗ്യങ്ങൾ ഒരു വലിയ താൽപ്പര്യത്തിന്റെ ഭാഗമാണ്. ലക്ഷണം 3, പ്രതിരോധമില്ലാത്ത ചിരി. ഒരു സ്ത്രീക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ ചെറിയ തമാശകൾക്ക് പോലും മനോഹരമായി ചിരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തമാശയായില്ലെങ്കിൽ പോലും അവൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചിരിക്കും. അവളുടെ ചിരി ഒരു പ്രതിരോധമില്ലാത്ത തുറന്ന ചിരിയായിരിക്കും. ഇത് വെറും ചിരിയല്ല, മറിച്ച് അവളുടെ മനസ്സ് നിങ്ങളുമായി തുറന്നിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ചിരി ഒരു പാലം പോലെയാണ്, അത് 2 ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലക്ഷണം 4, ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതിലിഷ്ടം. നിങ്ങളുമായി സംസാരിക്കുമ്പോൾ അവൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. ഉദാഹരണത്തിന്, അടുത്ത വർഷം എവിടെയെങ്കിലും യാത്ര പോകാനുള്ള നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഈ സംഭാഷണങ്ങൾ അവൾക്ക് നിങ്ങളോടൊപ്പം ഒരു ഭാവി കാണാൻ താൽപ്പര്യമുണ്ട് എന്നതിന്റെ സൂചനയാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, സംഭാഷണത്തിലൂടെ ഒരാളുടെ ഹൃദയത്തെ മനസ്സിലാക്കാം. അവൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവളുടെ ഭാവിയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടോ എന്ന് അവൾ മനസ്സിൽ ചിന്തിക്കുന്നു. 5-ാം ലക്ഷണം, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന സ്വഭാവം. അവൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബാല്യം, ഇതിനെക്കുറിച്ചെല്ലാം അവൾക്ക് താൽപ്പര്യമുണ്ടായിരിക്കും. ഇത് വെറും കൗതുകമല്ല, മറിച്ച് നിങ്ങളുടെ ലോകം മനസ്സിലാക്കി അതിന്റെ ഭാഗമാകാനുള്ള ആഗ്രഹമാണിത്. ലക്ഷണം 6, അസൂയയുടെ സൂചനകൾ. നിങ്ങൾ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ചെറിയ അസൂയയുടെ സൂചനകൾ കാണാം. ഉദാഹരണത്തിന്, അവൾ അപ്പോൾ തന്നെ നിങ്ങളുടെ സംഭാഷണത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ഇതേക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാം. അസൂയ ഒരു നെഗറ്റീവ് വികാരമായി നമുക്ക് തോന്നാമെങ്കിലും
ഈ സന്ദർഭത്തിൽ അത് സ്നേഹത്തിന്റെ ഒരു സൂചനയാണ്. ചാണക്യൻ പറയുന്നു, സ്നേഹമുള്ളിടത്ത് ഉറപ്പായും അസൂയയുമുണ്ടാകാം. ഈ അസൂയയുടെ ലക്ഷ്യം നിങ്ങളെ സ്വന്തമാക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. അവസാനത്തെ ലക്ഷണം, നിങ്ങളുടെ സാമീപ്യം അവൾക്കിഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സാമീപ്യം അവൾക്ക് സന്തോഷം നൽകുന്നു. നിങ്ങളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ പോലും അവൾ നിങ്ങളുടെ അടുത്തായിരിക്കും ഇഷ്ടപ്പെടുന്നത്. നിങ്ങളില്ലാത്തപ്പോൾ അവൾ നിങ്ങളെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ താൽപ്പര്യമെടുക്കുകയോ ചെയ്യും. ഈ സാമീപ്യം ഒരു സുരക്ഷിത ബോധം നൽകുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു ലക്ഷണമാണ്. ചാണക്യൻ പറഞ്ഞിട്ടുള്ള സാന്നിധ്യം തന്നെ ഒരു സമ്മാനമാണ് എന്ന വാക്ക് ഇവിടെ ഓർക്കാം. നിങ്ങളുടെ സാന്നിധ്യം അവൾക്ക് സമ്മാനമായി തോന്നുന്നു. ഈ 7 ലക്ഷണങ്ങളും ഒരാളിൽ ഒരേ സമയം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരു രഹസ്യ കവാടം തുറന്നുകിടക്കുന്നുണ്ട്. ചാണക്യന്റെ ദർശനമനുസരിച്ച് വിവേകിയായവൻ ലക്ഷണങ്ങളെ മുൻകൂട്ടി കാണുകയും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ബന്ധങ്ങൾ ജീവിതത്തിന്റെ കരുത്താണ്. എന്നാൽ ആ കരുത്ത് തിരിച്ചറിയാൻ കണ്ണുകൾ മാത്രം പോരാ, വിവേകപൂർണമായ നിരീക്ഷണവും വേണം. ഈ സൂചനകൾ തിരിച്ചറിയുന്നതുവഴി നിങ്ങൾക്ക് വെറുമൊരു ആകർഷണത്തിനപ്പുറം ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കാൻ പോകുന്ന ഒരുത്തമ പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. പ്രണയവും സ്നേഹവും ജീവിതത്തെ ധന്യമാക്കട്ടെ. ഈ അറിവ് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു വഴികാട്ടിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. വിവേകത്തോടെ ഹൃദയങ്ങൾ കീഴടക്കുക. ചാണക്യവിഷനോടൊപ്പം ചേർന്നതിന് നന്ദി. ഏവർക്കും ശുഭദിനം നേരുന്നു.